ഒന്നാമത്തെ ചോദ്യം, ബച്ചോ കുട്ടികളെ തസ്വീർ ദേഖ് കർ ചിത്രം കണ്ടിട്ട് രംഗ് ഭരിയേ നിറം കൊടുക്കാം ഓർ നാം ചുൻകർ ലിഖിയേ പേര് തിരഞ്ഞെടുത്ത് എഴുതാം. ഇത് ഗേന്താണോ ടൊപ്പിയാണോ പതങ്കാണോ കുർസിയാണോ എന്ന് ചോദിച്ചത്. അപ്പം നിങ്ങൾ പാഠഭാഗത്തിൽ നിങ്ങൾക്കിങ്ങനെ ചിത്രം തന്നിട്ട് പേര് തന്നിട്ടുണ്ടാവും. ഇതിലിപ്പം ആം, മാങ്ങ, അനാറ്, ഉറുമാന്. ഇവിടെ നമ്മൾ വാക്കർത്ഥം പഠിച്ചിരുന്നു. ആലു കിഴങ്ങ്, പിന്നെ അമ്രൂദ് പേരക്ക, ബക്കരി ആട്, പതങ്ക് പട്ടം, തോത്ത തത്ത, ടൊപ്പി തൊപ്പി. ഈ ചിത്രമാണ് അവിടെ തന്നെ. എന്നിട്ട് 4 പേര് തന്നിട്ട് അതിലേതാണെന്ന് ചോദിച്ചത്. ടമാട്ടർ തക്കാളി, സമർ ഫൽ, അതായത് സമർ പറഞ്ഞാൽ ഫ്രൂട്ട്സ്. ഫല്ലിൻ്റെ വേറൊരു പേരാണ് സമർ കേട്ടോ. പിന്നെ ഗഡി ക്ലോക്ക്, പങ്ക ഫാന്, കുർസി കസേര, മേസ് ടേബിള്, അലമാരി അലമാര, പലങ്ക് കട്ടില്, ഗേന്ത് പന്ത്, ജൂത്ത ഷൂ, ജഗ് തന്നെയാണ്, ചാബി കീ ചാവി, പിന്നെ ചിടിയ പക്ഷി, ഹൽവ ഖർഗോഷ് മുയൽ. പിന്നെ ഇതിൽ മുറുകയൊക്കെ അറിയാം. ബൈല് കാള, ഗായെ പശു, അതുപോലെ ബില്ലി പൂച്ച. ഇതിലൊന്നാമത്തേൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത്, ഇഷാരോ കി മദദ് സേ, ഇഷാരോ സൂചനയുടെ മദദ് സേ സഹായത്താൽ ടൊപ്പി കെ ബാരെ മേ ലിഖിയേ തൊപ്പിയെക്കുറിച്ച് എഴുതാൻ. എന്തൊക്കെയാണ് ഇഷാര തന്നത്? ഖൂബ്സൂറത്ത് ഭംഗി, അച്ചി നല്ലത്, രംഗ് നിറം, ബാസാർ അങ്ങാടി. അപ്പം നമുക്കിത് എഴുതി നോക്കാം. ഒന്നാമത്തത് സെൻറ്റൻസ്, യഹ് ഡേഷ് ഹേ, ഇത് ടൊപ്പിയാകുന്നു. ഇവിടെ ഏതാണ് അതെടുത്ത് എഴുതാം. അടുത്തത്, നമുക്ക് സൂചന തന്നത് ഖൂബ്സൂറത്താണ്. ഖൂബ്സൂറത്ത് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, താന്നിങ്ങനെ ഇടുക കേട്ടോ. പിന്നെ അച്ചി നല്ലത്, രംഗ് നിറം, ബാസാർ അങ്ങാടി. തൊപ്പിനെ കുറിച്ച് എഴുതി നോക്കാം. യഹ് ടൊപ്പി ഹേ, യേ ടൊപ്പി ഖൂബ്സൂറത്ത്. അതിൽ നമ്മൾ ഇഷാര സൂചനകൾ കണ്ടിരുന്നു ഖൂബ്സൂറത്ത്. അപ്പോൾ ആദ്യത്തെ ടൊപ്പിന്ന് ഹെഡിങ് കൊടുത്തു. യേ ടൊപ്പി ഹേ, ഇത് തൊപ്പിയാകുന്നു. യേ ടൊപ്പി ഖൂബ്സൂറത്ത് ഹേ എന്നാണ്. ഇനി അടുത്ത രംഗ് എന്നല്ലേ. അപ്പം ടൊപ്പിയുടെ രംഗ് ഒരു നിറം കൊടുക്കാം. നോക്കാം. ഏ ടൊപ്പി ഹൂബ്സൂറത്ത് എന്നുള്ള വാക്ക് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു. അത് വെച്ച് വീണ്ടും ഈ ടൊപ്പി ഹേ എന്നുള്ളതിൻ്റെ ഇടയിൽ ഹൂബ്സൂറത്ത് ചേർത്തു. ഹൂബ്സൂറത്ത്, ഏ ടൊപ്പി ഹൂബ്സൂറത്ത് ഹേ. ഇത് ഹിൻസ് തരും, ഇഷാര തരും എന്നുള്ളതിൽ നിങ്ങൾ വരരുത്, പഠിച്ചു വെക്കട്ടോ. ടൊപ്പിക്ക രംഗ് അല്ലേ, ഏ ടൊപ്പിക്ക രംഗ്, ഈ തൊപ്പിയുടെ നിറം സഫേദ് ഹേ വെള്ളയാണ്. പിന്നെ ഏ ടൊപ്പി അബ്ബാജാൻ ബാസാർ സെ ലായി ഹൈൻ, അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി അതിൽ ഹിൻസ് ഉണ്ടോ? രംഗ് ബാസാർ എത്രയാണുള്ളത്? അപ്പോൾ അത് ശരിക്ക് കാണാതെ പഠിച്ചു വെക്കുക. ഇതിപ്പോൾ ടൊപ്പിനെ കുറിച്ചാണ് വന്നത്. ഇനി വേറെ എന്ത് സാധനത്തിനെ കുറിച്ച് വന്നാലും സെൻറ്റൻസ് എഴുതാൻ ഈ വാക്കുകൾ പഠിച്ചു വെക്കുക. ഇതിൽ അച്ചിന്നുണ്ട് അല്ലേ, അതും കൂടെ ചേർത്ത് എഴുതാം നമുക്ക്. ടൊപ്പി ബഹുത്ത് വളരെ, अच्छी है, ये टोपी बहुत अच्छी है. അപ്പം എന്തൊക്കെയായി? ये टोपी है, ये टोपी खूबसूरत है, टोपी का रंग सफ़ेद है, ये टोपी अब्बाजान बाजार से लाई है. ഈ തൊപ്പി അബ്ബാജാൻ ഉപ്പ ബാസാർ സെ അങ്ങാടിയിൽ നിന്ന്
സേ എന്ന് പറയുമ്പോൾ നിന്ന് കൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ലായേ ഹൈൻ കൊണ്ടുവന്നതാണ്. ഏ ടൊപ്പി ഈ തൊപ്പി ബഹുത്ത് വളരെ, അച്ചി ഹേ നല്ലതാണ്. അതോടെ ഒന്നാമത്തെ ചോദ്യം തീർന്നില്ലേ. ഇനി രണ്ടാമത്തെ സർഗർമിയാണ്.